ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. ഇസ്രയേലിനെതിരെ നേരിട്ട് ആക്രമണം നടത്താൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉത്തരവിട്ടു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹനിയയ്ക്ക് പുറമെ സുരക്ഷാ ജീവനക്കാരൻ ഉൾപ്പെടെ 3 പേരാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഹനിയ കൊല്ലപ്പെട്ട വാർത്തയും ആദ്യം പുറത്തുവിട്ടത് ഇറാനാണ്. പിന്നാലെ ചേർന്ന ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിൽ ഇസ്രയേലിനെ ആക്രമിക്കാൻ ഖമേനി ഉത്തരവിട്ടു. ഹനിയയുടെ കൊലപാതകത്തിന്റെ പിന്നിൽ ഇസ്രയേലാണെന്നാണ് ഇറാന്റെയും ഹമാസിന്റെയും ആരോപണം. ഈ വിഷയത്തിൽ ഇസ്രയേലിന്റെ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇസ്രയേലിനെതിരെ ശക്തമായ ആക്രമണം നടത്താൻ സൈന്യത്തിലെയും റവല്യൂഷണറി ഗാർഡുകളിലെയും കമാൻഡർമാരെ ഖമേനി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഹനിയയുടെ മരണത്തിൽ നേരിട്ട് തിരിച്ചടിക്കണമെന്നാണ് ഖമേനി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇറാനിൽ ഹനിയയുടെ കൊലപാതകം നടന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ആ രക്തത്തിന് പകരം ചോദിക്കേണ്ടത് തങ്ങളുടെ കടമയാണ് എന്നും പറഞ്ഞു എന്നാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2020 ഇറാനിയൻ ജനറലായിട്ടുള്ള കാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയ സമയത്ത് ഇറാനിലെ ക്യോം ജാരക്കൻ മോസ്കിലെ താഴികക്കുടത്തിൽ ഒരു ചുവന്ന കൊടി ഉയർന്നു. സമാനമായ രീതിയിൽ ഒരു ചുവന്ന കൊടി ഇപ്പോഴും ഉയർത്തിയിട്ടുണ്ട്. ഇറാന്റെ പാരമ്പര്യമനുസരിച്ച് യുദ്ധം വരുന്നതിന്റെ സൂചനയായിട്ടാണ് ഈ ചുവന്ന കൊടിയെ അവർ ഉയർത്താറുള്ളത്. അപ്പോൾ ഇസ്രയേലിന് നേരെ ഇറാൻ നേരിട്ടൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണോ എന്ന സംശയങ്ങൾ ഉയരുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസം സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ എംബസിയിൽ ഉണ്ടായിരുന്ന ഇറാന്റെ സൈനിക കമാൻഡറെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ഒരു മിസൈൽ ആക്രമണം നടത്തി. ഇതിന് തിരിച്ചടിയായിട്ട് ഇസ്രയേലിലേക്ക് ആദ്യമായിട്ട് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തി. ഈ ആക്രമണത്തിന്റെ ഒരു തിരിച്ചടി കൂടിയായിട്ടായിരിക്കണം ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് ഹമാസ് തലവനെ വധിക്കാൻ കാരണമായത് എന്ന് കരുതുന്നവരുണ്ട്. അതേസമയത്ത് തന്നെ ഇറാന്റെ അറിവോടുകൂടി ഇത് നടന്നു എന്ന് പറയുന്നവരുമുണ്ട്. അത് ഇനിയുള്ള ദിവസങ്ങളിൽ തെളിയേണ്ട കാര്യമാണ്. 2019 ശേഷം ടെഹ്റാനിൽ ഹനിയ 15ഓളം സന്ദർശനങ്ങളാണ് നടത്തിയത്. ടെഹ്റാൻ സുരക്ഷിതമാണ് എന്ന് ഹമാസ് നേതൃത്വവും കരുതിയിട്ടുണ്ടാകാം. ഏപ്രിലിലെ സംഘർഷത്തിന് മുമ്പ് ഇരു രാജ്യങ്ങളും പരസ്പരം നേരിട്ട് ആക്രമണം നടത്തിയിരുന്നില്ല. ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ പണവും ആയുധങ്ങളും കുറെ കാലമായി നൽകുന്നുണ്ട്, ഹമാസിനും നൽകുന്നുണ്ട്. ലബനനിൽ നിന്നും സിറിയയിൽ നിന്നും ഹിസ്ബുള്ളയിലൂടെയാണ് ഇറാൻ ഇസ്രയേലിനെതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്നത്. അത് തിരുത്തിക്കൊണ്ടാണ് നേരത്തെ ഇറാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചത്. ഇപ്പോൾ ഇസ്രയേലും സമാനമായി ആക്രമണം ഇറാന്റെ മണ്ണിൽ നടത്തിയിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഹനിയയുടെ കൊലപാതകം വലിയ അഭിമാനക്ഷതമാണ്. കഴിഞ്ഞ മാസം മാത്രം തെരഞ്ഞെടുക്കപ്പെട്ട മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ആളാണ് ഹനിയ. ഞങ്ങളുടെ അതിഥിയെ ഞങ്ങളുടെ വീട്ടിൽ വകവരുത്തി എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പ്രതികരിച്ചത്. ഇതിന്റെ ശിക്ഷ കഠിനമായിരിക്കുമെന്നും പറയുന്നു. 24 മണിക്കൂറിനിടെ 2 ലക്ഷ്യങ്ങളാണ് ഇസ്രയേൽ നേടിയത്. ചൊവ്വാഴ്ച രാത്രി ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറെ ബെയ്റൂട്ടിലെ വീട്ടിൽ മിസൈൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തി. മണിക്കൂറുകൾക്ക് ശേഷം ടെഹ്റാനിൽ സമാനമായ മിസൈൽ ആക്രമണത്തിൽ ഹമാസ് മേധാവിയെ ഇല്ലാതാക്കി. ഇസ്രയേലിന്റെ ശത്രുക്കൾ സുരക്ഷിതമെന്ന് കരുതിയിരുന്ന ഇറാൻ ഭൂമി ഇനി സുരക്ഷിതമല്ല എന്ന് പ്രഖ്യാപിക്കാൻ ഇതിലൂടെ അവർക്ക് സാധിച്ചു. എന്നാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇറാൻ ഇസ്രയേലിനെതിരെ തുറന്ന യുദ്ധത്തിന് തയ്യാറെടുക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ തന്നെ വളരെ മോശം അവസ്ഥയിലുള്ള രാജ്യങ്ങൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോയാൽ അത് തീർച്ചയായിട്ടും ഒട്ടും നമുക്ക് നല്ലൊരു കാര്യമായിരിക്കില്ല ലോകത്തിന് തന്നെ. കാരണം ഇറാനും ആണവായുധം വികസിപ്പിക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ്. ഇസ്രയേലിന്റെ കയ്യിൽ ആണവായുധമുണ്ട്. 2 രാജ്യങ്ങളുടെ കയ്യിലും മിസൈൽ ടെക്നോളജികളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഉപയോഗിക്കാനുള്ള ടെക്നോളജി ഉണ്ട്. മാത്രമല്ല ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇവർ പോകാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഓൾറെഡി വളരെ മോശമാണ് അവസ്ഥ. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇറാന് പല സൈഡിൽ നിന്നും പിന്തുണ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇറാനെ ഒറ്റയ്ക്കല്ല, അപ്പോൾ ഇറാനെ പിന്തുണയ്ക്കാൻ പല രാജ്യങ്ങളും വരും. ഈവൻ തുർക്കി പോലും ഇറാനെ പിന്തുണയ്ക്കും. ഈ ഹമാസ് നേതാവിന്റെ കൊലപാതകത്തിൽ കടുത്ത അമർഷമാണ് തുർക്കിക്കും ഖത്തറിനും ഒക്കെ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെതിരായിട്ട് ഇറാൻ ഒരു സൈനിക നീക്കത്തിന് മുതിർന്നാൽ തീർച്ചയായിട്ടും ലോകരാജ്യങ്ങൾ 2 തട്ടിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇറാൻ ഇസ്രയേലിനെതിരെ ഒരു ആക്രമണം നടത്തിയാൽ ശരിക്കും ആർക്കും ഇറാനെ കുറ്റപ്പെടുത്താൻ പറ്റുകയുമില്ല. ഒരു കാരണം ഇറാന് പറയാനുണ്ട്. ഇറാന്റെ മണ്ണിൽ വെച്ച് അവിടെ അതിഥിയായി എത്തിയ വേറൊരു നേതാവിനെ കൊലപ്പെടുത്തി എന്നതാണ് ഇറാൻ പറയാൻ പോകുന്ന ന്യായം. അതത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നതുമല്ല. അപ്പം എന്തായാലും ഒട്ടും ശുഭകരമായ വാർത്തകളല്ല ലോകത്ത് കേൾക്കാൻ പറ്റുന്നത്.